കാലഘട്ടത്തില് വിജയന്റെ സിനിമ ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ട് സമിത ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ 30 വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ സമിത ചേച്ചിയെ പറ്റി എന്താണ് പറയാനുള്ളത്? സമിത ചേച്ചി കൂടെ കൂടിയിട്ട് 22 വർഷമായിട്ടുള്ളൂ. ഒന്നുകൂടി ക്ലിയർ ആയിരുന്നു. അല്ല, തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട്. ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കറക്റ്റ് ആയാൽ മാത്രമല്ല നമുക്ക് ഫ്രീ ആയിട്ട് സിനിമകളൊക്കെ ചെയ്യാം. ഈ സിനിമയിൽ നിന്ന് വന്ന ഒരാളെന്ന രീതിക്ക് സപ്പോർട്ട് വളരെ വലുതാണ്. സിനിമകൾ കണ്ടിട്ടാണെങ്കിലും നമ്മുടെ കുഴപ്പങ്ങളായിരിക്കും ആൾ കൂടുതൽ ഐഡന്റിഫൈ ചെയ്യാൻ, അത് കറക്റ്റ് ചെയ്യാൻ വേറെ സിനിമകൾ കാണാൻ പ്രേരിപ്പിക്കാത്ത സിനിമയെ സപ്പോർട്ട് തന്നെയാണ് തീർച്ചയായും. ഇപ്പൊ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടു. അപ്പൊ പണ്ട് നമ്മള് പോലീസ് കഥാപാത്രം എന്ന് ഓർക്കുമ്പോൾ സുരേഷ് ചേട്ടനെയായിരുന്നു ഓർക്കുന്നത്. ഇപ്പൊ അത് വിജയേട്ടനിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഇത് കോൺഷ്യസ് ആയിട്ട് എടുക്കുന്നതാണോ അതോ അത് ചെയ്യാൻ നല്ല ഇഷ്ടമായിട്ട് ചെയ്യുന്നതാണോ? ഇത് ആക്ച്വലി സംഭവിച്ചു പോകുന്നതാണ്. തുടക്കത്തിൽ ശ്രദ്ധിക്കാതെ അന്ന് കിട്ടുന്ന കഥാപാത്രം ചെയ്തു പോയിട്ട് അന്നത്തെ നമ്മുടെ അപ്പിയറൻസും ഒരു സീരിയസ് റോൾസുമാണ് കൂടുതൽ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് സപ്പോർട്ടീവ് പോലീസ് ക്യാരക്ടേഴ്സ് റോൾസ് വന്നിരുന്നു. പിന്നെ സിനിമയിൽ കൂടുതൽ ഓപ്ഷന് പോകാതെ ഒരാളൊരു ക്യാരക്ടർ ചെയ്തത് വർക്ക്ഔട്ട് ആയിട്ട് നാച്ചുറലി അയാളുടെ ഇതിന് വിളിക്കും. അങ്ങനെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ക്ലീഷയായിട്ട് കുറേ ആൾ അതിൽ നിന്ന് മാറിയുന്നത്. പിന്നെ വീണ്ടും അത് തുടങ്ങിയത് അനുരാഗിക്കാൻ ഞാൻ ആശയം ചെയ്തതിന് ശേഷം പിന്നെ പോലീസ് ക്യാരക്ടേഴ്സ് വരും, പലരും ഒഴിവാക്കാൻ നോക്കും. പക്ഷേ ചില കഥകൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും ചെയ്യാനായിട്ട്. അപ്പം അതിന് ആ സമയത്ത് കൂടുതൽ ഇഷ്ടം കഥയോട് വരുമ്പോൾ ആ ഒരു വേഷത്തെ പറ്റി അധികം ബോധങ്ങളായി. അതുപോലെ തന്നെ അയ്യപ്പൻ കോശിയിലൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ഈഗോസ്റ്റിക് ഒരു ഇതുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് പോലീസിലുള്ള ഒരു ഈഗോസ്റ്റിക് ഇതാണോ ഈ കഥ പറയുന്നത്? ട്രെയിലർ വന്നപ്പോൾ അങ്ങനെ ഒരു സൂചന ഉണ്ടായിരുന്നു. ഇതൊരു ഈഗോ ബേസ്ഡ് സിനിമയല്ല. ആക്ച്വലി പക്ക ഒരു പോലീസ് പ്രൊസീജിയറാണ്. രണ്ടുപേരും വർക്ക് ചെയ്യുന്ന പോലീസിലാണെന്ന് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. അതോ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലിംഗ് ആണ്. ഇതെല്ലാം ഒരു സീനിലേക്ക് എന്താണെന്ന് നടക്കാൻ പോകുന്നത് നമുക്ക് അത് കേട്ടപ്പോൾ ഉണ്ടായിരുന്ന അതേ ആകാംക്ഷ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ മേക്ക് ചെയ്യുന്നത്.